നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാലും ഇത് വല്ലാത്തൊരു ചെയ്ത്തായി പോയി. ദത്തുപുത്രന് വേണ്ടി നൊന്ത് പ്രസവിച്ച സ്വന്തം മകനെ ഇവര് തെരുവിലേക്ക് ഇറക്കി വിടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, ആന്റിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഏത് സമയം അവള് പാലേ തേനേന്ന് പറഞ്ഞ ആന്റി അങ്ങ് പൊക്കിയെടുത്ത് നടക്കല്ലേ. എന്നിട്ട് നിമിഷം പ്രതി സ്ക്രൂവും കൊടുക്കും. ഗൗതമന്റെ അഭിനയം കൂടി ആവുമ്പോ എല്ലാം പൂർണ്ണായി. എന്തായാലും നിധിയുടെയും ഗൗതമന്റെ തന്ത്രം അങ്ങ് ഫലിച്ചു. പ്രണവനെ തെരുവിലേക്ക് ഇറക്കി വിട്ടില്ല. അതെ, ഈശ്വരമംഗലം വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് കരുതി ഞാൻ നടുറോഡിലായി പോകുന്നാണോ അവര് കരുതിയിരിക്കുന്നത്? ഒന്നും വേണ്ട. ഈശ്വരമംഗലത്തെ സ്വത്തും പണമൊന്നും ഇല്ലാന്ന് കരുതി പ്രണവ് ഭിക്ഷ യാചിക്കാനൊന്നും പോകുന്നില്ല. അവിടുത്തെ 5 പൈസ ഇല്ലാതെ എന്നെ ബിസിനസ് ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്നേ ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. അവിടത്തെ സ്വത്തും പണവും നഷ്ടപ്പെട്ടല്ലോ എന്ന സങ്കടത്തിലാ ഞാനതെങ്ങനെ തിരിച്ചു പിടിക്കാന്ന് ആലോചിക്കുമ്പോ ഇവിടെ അടുത്ത് ഒന്നും വേണ്ടെന്ന് വെല്ലുവിളിക്കുന്നു. നീ എന്തോ ആലോചിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ അവര് കാണിച്ച ക്രൂരതയെ കുറിച്ച് ആലോചിച്ചു പോയതാ. മനഃപൂർവ്വം അവര് 3 പേരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ കള്ളക്കഥയാ ആ നെക്ലസിന്റേത്. പെട്ടെന്ന് അവര് പൂജ തീരുമാനിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പേരിൽ പോലും എന്നെ കുടുക്കി കളയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഈ പൂജയ്ക്കൊന്നും ചെന്ന് ഇരുന്ന് കൊടുക്കണ്ടെന്ന്. നിനക്കല്ലായിരുന്നോ വലിയ അത്യാവശ്യം? അല്ല പ്രണവേ, ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ട് പോവും? എവിടെയെങ്കിലും ഒന്ന് തല ചായ്ക്കണ്ടേ? അതൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നീയും കൂടെ ഉണ്ട്, അതാ പ്രശ്നം. അതൊന്നും സാരമില്ല. എവിടെ ആയാലും പ്രണവ് എന്റെ കൂടെ ഉണ്ടാവണം. അത് മാത്രം മതി എനിക്ക്. ഏത് സങ്കടവും ഞാൻ സഹിച്ചോളാം. ചേട്ടനെന്ന് പറഞ്ഞാൽ ചാവാൻ നടന്നവനാ ഞാൻ. ഏട്ടത്തിയെ അമ്മയായിട്ട് തന്നെ കണ്ടതുവാ. പക്ഷേ സ്വത്തിന്റെ കാര്യം വന്നപ്പോ കറിവേപ്പില പോലെ എന്നെ എടുത്ത് കളഞ്ഞവര്. ഇപ്പോഴെങ്കിലും എല്ലാവരുടെയും തനിരൂപം മനസ്സിലായല്ലോ പ്രണവിന്. ഒന്നും വേണ്ടെന്ന് പറയല്ല വേണ്ടത്, ഇതിന് തക്കതായ തിരിച്ചടി കൊടുക്കണം. അത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ മനസ്സിൽ കുറിച്ചിട്ടതാ. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും. അതിനെക്കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കാം. ഇപ്പോ സേഫ് ആയിട്ടുള്ളൊരു ഇടം കണ്ടെത്തണം, അതാണ് അത്യാവശ്യം. നമ്മളിപ്പോ എങ്ങോട്ടാ പോവാ? ഫ്രണ്ട്സിന്റെ ആരെങ്കിലും വീട്ടിലേക്ക് പോയാലോ? അത് വേണ്ട, നാണക്കേടാ. പിന്നെന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യും, നീയേ നിന്റെ വീട്ടിലൂടെ തന്നെ തിരിച്ചു പൊക്കോ. എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാനോ? അതല്ലാതെ വേറെ വഴിയില്ല ശിവാനി. അതിപ്പോ ഞാൻ മാത്രമായിട്ട് എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നേ? ഇപ്പൊ നീ തൽക്കാലം വീട്ടിലോട്ട് പോ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് അറേഞ്ച് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടങ്ങ് വരാം. അയ്യോ പ്രണവ് എവിടെ പോവാ? ഞാൻ വരാം, നീയേ ഒരു ഓട്ടോ പിടിച്ചു പോക്കോ. ഇതാ വെച്ചോ. അല്ല പ്രണവ് എന്റെ കൂടെ വാ. വീട്ടിലേക്ക് വന്നിട്ട് എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ. നീ പൊക്കോ, എനിക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടല്ലേ ഞാൻ വന്നോളാം. അല്ല പ്രണവ്, എനിക്ക് കുറച്ച് അത്യാവശ്യം. നീ അടുത്ത് ഓട്ടോ പൊക്കോ. അല്ല പ്രണവ്, പോട്ടെ, ഞാൻ വരാം. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിന് വേണ്ടി പൂജ നടത്തിയിട്ട് ഇപ്പൊ കുടുംബം തന്നെ ചിന്ന ഭിന്നായല്ലോ. എന്റെ ഭഗവതി, എന്റെ മോനെങ്ങനെ പിടക്കി ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണോ നിനക്ക് ഞാൻ ഈ പൂജയൊക്കെ നടത്തിയത്? വെറുതെ കിടന്ന് കരഞ്ഞ ഓരോ അസുഖങ്ങൾ വരുത്തി വെക്കല്ലേ. എന്നാലും എന്നെ കളഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ അവനെങ്ങനെ മനസ്സ് വന്നട മോനെ? അവനെങ്ങോട്ടാ പോയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോ കിടന്ന് കരഞ്ഞു വിളിച്ചിട്ട് എന്താ കാര്യം? ഒരാളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ പിന്നെ അവൻ എന്താ ചെയ്യേണ്ടത്? എന്താ ആന്റി ഇത്? അപ്പൊ അമ്മ കാരണമാണ് പ്രണവ് ഇറങ്ങി പോയതെന്നാണോ ആന്റി പറയുന്നത്? പിന്നെ അല്ലാതെ അവനോട് ഇറങ്ങി പോവാൻ പറഞ്ഞത് ഏട്ടത്തിയല്ലേ, അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോയതൊന്നും അല്ലല്ലോ. മതി, നിർത്ത. അമ്മ അവനെ ഇറക്കി വിടണം എന്നുള്ള ഉദ്ദേശത്തോടെ കൂടി പറഞ്ഞൊന്നും അല്ലല്ലോ. ഉദ്ദേശം എന്ത് തന്നെ ആയാലും ഫലം അത് തന്നെ ആയല്ലോ.
അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി, അത്ര തന്നെ. അവനൊരു എടുത്തുചാട്ടക്കാരനാണെന്ന് ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാം. അവനോട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്ക് കൂടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഏട്ടത്തിക്ക്? എന്താ വസു നീ പറയുന്നത്? അവനെ ഇറക്കി വിടാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം വഴക്കുണ്ടാക്കിയെന്നാണോ? എന്റെ മോനല്ലേ അവൻ. അവനെ ഇറക്കി വിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുവോ? ആ ശിവാനി മാല മോഷ്ടിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടതാ ഞാൻ. ഏതോ ഒരു കള്ളന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് അവള് പറഞ്ഞത് എന്താണെന്നറിയോ? ആ മാല അന്വേഷിച്ച് ആര് ചെന്നാലും പിടി കൊടുക്കരുത്, കൊന്നു കളഞ്ഞേക്കാൻ. അങ്ങനെയുള്ള ഒരുത്തിയെ കുറിച്ച് ഞാൻ പറയുന്നത് വിശ്വസിക്കാതെ അവൾക്ക് വേണ്ടി ബാധിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ദേഷ്യം വരില്ല എനിക്ക്. അതുകൊണ്ട് അവനോട് ഇറങ്ങി പോവാൻ പറയോ? നോക്കെടുത്തി, തന്നോളം എത്തിയ മക്കളെ താനെന്ന് വിളിക്കണമെന്നാ. എനിക്ക് മക്കളൊന്നുമില്ല, എന്നാലും എനിക്കതറിയാം. ചില കാര്യങ്ങള് കണ്ടില്ല എന്നും കേട്ടില്ല എന്നും ഒക്കെ നടിച്ചേ പറ്റൂ. എന്ന് പറഞ്ഞാൽ ശിവാനി മാല മോഷ്ടിച്ച വിവരം അമ്മ കണ്ടില്ല എന്ന് നടിക്കണമായിരുന്നു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ എന്താ ഉദ്ദേശിച്ചത്? പ്രണവ് വീട് വിട്ട് പോയതിലല്ല ആന്റിക്ക് വിഷമം, ശിവാനി പോയതിലാണല്ലേ? നിർത്തടി. കള്ള പ്രഗ്നൻസി അഭിനയിച്ച് പ്രണവ് തന്നെ വീട്ടിന് പുറത്താക്കിയ ശിവാനിയെ ദാ ഇവനെയും കൂട്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി രാപകലില്ലാതെ അധ്വാനിച്ചവളല്ലേ നീ? അതുകൊണ്ടേ കൂടുതൽ വാചകമൊന്നും അടിക്കാതിരിക്കുന്നതാ നല്ലത്. നീ കാണിക്കേണ്ടതെല്ലാം കാണിക്കും, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും, അല്ലേ? പഴയ കാര്യങ്ങൾ പറഞ്ഞ് വിഷയത്തെ വഴി തിരിച്ചുവിടാൻ നോക്കണ്ട. അവൻ ഇറങ്ങിപ്പോയതിന് നിങ്ങളിപ്പോ അമ്മ എന്തിനാണ് പഴിക്കുന്നത്? ശിവാനി ചെയ്തതിന് തെറ്റെന്നല്ല പറയേണ്ടത്, മോഷണമാണ്, കള്ളിയാണ് അവള്. അവളെ വെറുതെ വെള്ളപൂശാൻ നോക്കല്ലേ. ശിവാനി നല്ലവളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവളെ ഇവിടെ നിർത്തിയേ പറ്റൂ എന്നുള്ള വാശി എനിക്കില്ല. പക്ഷേ അവളെ ഇറക്കി വിടാൻ നോക്കിയതിന്റെ ഫൈനൽ റിസൾട്ട് ഇപ്പൊ എന്താ കിട്ടിയത്? പ്രണവും കൂടി ഇവിടുന്ന് അങ്ങ് പോയി. അതിനെ എങ്ങനെ ശരിയായി കാണാൻ പറ്റും? ഒന്നാമതായി ഈ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യമില്ലാന്നും അവന്റേതായിട്ട് ഒന്നും തന്നെ ഇല്ലാന്നും പറഞ്ഞ് പിണങ്ങി നടക്കുന്നവനാ പ്രണവ്. അവനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ അവന് സങ്കടമാവില്ലേ? നീ വീണ്ടും വീണ്ടും ഇതെന്നെ പറയല്ലേ വസു. എന്റെ തെറ്റാണെന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോ എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്നറിയോ? ഏട്ടത്തി തെറ്റ് ചെയ്തു ഞാൻ പറയുന്നില്ല. എനിക്ക് ഏട്ടത്തിയെ നന്നായിട്ടറിയാം. ഏതൊരു തീരുമാനം എടുത്താലും അങ്ങനെ പിശക് സംഭവിക്കാറുമില്ല. പക്ഷേ 24 മണിക്കൂറും കാത് തിന്നാനായിട്ട് ചിലര് കൂടെ കൂടിയിട്ടുണ്ടല്ലോ. അവർ ഏട്ടത്തിയെ തെറ്റായ വഴിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ശിവാനി പൂജാമുറിയിൽ കയറി മരതകമാല എടുക്കുന്നത് കണ്ടു എന്ന് ഏട്ടത്തി എന്നോടാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാൻ ഈ പ്രശ്നം പരിഹരിച്ചേനെ.